തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാവരും അതിന്റെ തിരക്കിലും ചൂടുകയാണ്. നമുക്കറിയാം, വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും തുറന്നാൽ തന്നെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് നാം ആദ്യം കാണുന്നത്. സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്, അതിഥിയായി എത്തിയിട്ടുള്ളത് തെന്നല പഞ്ചായത്ത് 10ാം വാർഡിന്റെ UDF സാരഥിയായി ജനവിധി തേടുന്ന ബഷീർ രണ്ടത്താണി അവരുകളാണ്. സ്വാഗതം ബഷീർക്ക. ഒരു പുതുമുഖമാണ് ഇലക്ഷനിൽ, ആദ്യമായിട്ടാണ് ജനവിധി തേടാൻ വേണ്ടി ഇത്രയും രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു അനുഭവ സമ്പത്തുമായി ഇറങ്ങുന്നത് 10ാം വാർഡിൽ. എന്തെല്ലാം പ്രതീക്ഷകളാണ്, എത്രത്തോളം ഉണ്ട് വിജയ പ്രതീക്ഷ, എങ്ങനെയാണ് ഈ ഇലക്ഷൻ നേരിടുന്നത്? 100% വിജയപ്രതീക്ഷയാണ് എനിക്കുള്ളത്. പിന്നെ കഴിഞ്ഞ കാലത്തെ പോലെയല്ല, ഈ പ്രാവശ്യം UDF നല്ലൊരു ശക്തമായിട്ട് മുന്നണിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷം നമ്മുടെ വാർഡില് കാര്യമായിട്ടൊരു വികസനം നടന്നിട്ടില്ല. 1ാം ഘട്ടം പ്രചരണത്തിന് ഞങ്ങൾ വീടാന്തരം കയറി ഇറങ്ങി. അവിടെ പോകുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു അഭിപ്രായങ്ങളൊക്കെ ഒരു മെമ്പർ സാന്നിധ്യം പോലും ആ ഭാഗത്തു നിന്നൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തകരുടെ ഇടയിലൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമുണ്ടത്. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്തായാലും നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടെ നമുക്കൊരു വിജയപ്രതീക്ഷ ഉണ്ട് 10ാം വാർഡിൽ. നമുക്കറിയാം, കൊറോണ ഒരു സാഹചര്യം കൂടി വെല്ലുവിളി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പ്രചരണങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഉദ്ദേശിച്ചില്ല, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വോട്ട് ചോദിക്കാനുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ല, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തീർത്തും കോവിഡ് പ്രോട്ടോകോളൊക്കെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 4-5 പേര് ഞങ്ങൾ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. 2-3 ബാച്ചായിട്ട് പോകുന്നത്. നല്ല അഭിപ്രായങ്ങളാണ് എല്ലാ വീട്ടിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? കൂടുതൽ ജനങ്ങളും ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ജയിച്ചു പോയ മെമ്പറെ പോലെ ആവരുത് ബഷീർ. എന്തായാലും ഞങ്ങളുടെ ഭാഗത്തേക്കൊന്നും ഒരു എത്തിനോട്ടം എന്തായാലും ഉണ്ടാവണം എന്നുള്ളതാണ് കൂടുതൽ ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞു പോയ 5 വർഷം 10ാം വാർഡിന്റെ ഒരു ഭരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഒരു ബഷീർക്കന്റെ ഒരു കാഴ്ചപ്പാട്? കഴിഞ്ഞ 5 വർഷം കാര്യമായിട്ടൊരു മാറ്റങ്ങളൊന്നും വാർഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയിലൊരു എന്തായാലും വാർഡിനൊരു മാറ്റം അനിവാര്യമാണ്. അപ്പോൾ വേണ്ട ഒരു വികസനങ്ങൾ ആ വാർഡിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് തീർച്ചയായിട്ടും എത്തിയിട്ടില്ല മനസ്സിലാകുന്നത്. ബഷീർക്ക് വിജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ വാർഡിന് എന്തെങ്കിലും വാർഡിലേക്ക് കൊണ്ടുവരണം ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും പദ്ധതികൾ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് മനസ്സിലുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്നെ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും കൂടി ഉത്സാഹിച്ച് ആ ഒരു പ്രവർത്തന രംഗത്തേക്ക് വരാൻ പറ്റുമല്ലോ, മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതാണ് എന്റെ വിശ്വാസം. നമുക്കറിയാം, മറ്റുള്ള നമ്മുടെ ഈ തെന്നല പഞ്ചായത്തിലെ 17 വാർഡുകളിൽ നിന്നും ചെറിയ തരത്തിൽ ശ്രദ്ധ ആകർഷിച്ച ഒരു വാർഡ് കൂടിയാണ് 10ാം വാർഡ്. ഷെറൂക്കയുടെ മകൻ തന്നെ ഒരു പാട്ട് പാടി പിതാവിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു എന്നൊരു വാർത്ത നമ്മുടെ കേരളം ഒട്ടാകെ കണ്ടു. പല മാധ്യമങ്ങളും അത് വാർത്തയാക്കിയിരുന്നു. എന്തായിരുന്നു ആ ഒരു വാർത്ത, ആ ഒരു അവസരത്തിൽ തോന്നിയത് എന്താണ് അതിനുശേഷമുള്ള പ്രതികരണം ആളുകളുടെ ഭാഗത്ത്? എന്റെ മകനെ ആദ്യം തന്നെ ഒരു പാട്ട് അവനെ കൊണ്ട് പാടിക്കണം എന്നുണ്ട് എന്റെ അനിയൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവനെ കൊണ്ട് പാട്ട് പാടിച്ചത്. പക്ഷെ ആ പാട്ട് അനിയനെ അവന്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇത്രത്തോളം ഫേമസ് ആവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു വിഭാഗം ആളുകൾ വോട്ട് എനിക്ക് ചെയ്യും. എൻ്റെ മകനെ അങ്ങനെ വോട്ട് അഭ്യർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ, എന്തായാലും വോട്ട് എനിക്ക് ചെയ്യും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ 10ാം വാർഡിൽ ഒരുവിധം ആളുകൾക്കൊക്കെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ബഷീർക്കയുടെ പിതാവ് ഹംസ രണ്ടത്താണി സംഘടനാപരമായി പാർട്ടിയിലൂടെ തന്നെ ഇലക്ഷൻ പ്രചരണ രംഗത്തൊക്കെ ഒരുപാട് സജീവമായ എന്താണ് പറയാനുള്ളത്? എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ വാപ്പ ഒരു പാട്ടുകാരനാണ്. എൻ്റെ വാപ്പ ഇലക്ഷൻ്റെ സമയം അടുക്കുമ്പോൾ ലീഗ്, പൊതുവെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കാണ് കൂടുതലും പാട്ട് പാടിയിട്ടുള്ളത്. ഒരു എളിയ ലീഗിന്റെ പ്രവർത്തകനും കൂടിയാണ്. ഉപ്പ തന്നെയാണ് ആ പാട്ടൊക്കെ എഴുതി ചിട്ടപ്പെടുത്താറ്. നല്ല ഫേമസ് ആയ ഒരുപാട് ലീഗിന്റെ രാഷ്ട്രീയ പാട്ടുകളൊക്കെ ഉണ്ട് ഇപ്പൊ പാടിയത്. ഇപ്പൊ മരിച്ചു, 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്തും ബഷീർക്കയും
ഇലക്ഷന്റെ ആ സമയത്തൊക്കെ പ്രവർത്തിച്ച ഒരാളായിരിക്കുമല്ലോ ചെറുപ്പകാലത്ത്? ഞാനും ഇലക്ഷനിലൊക്കെ ഒരു ചെറുപ്പം മുതലേ ഞാൻ ഇലക്ഷന് വണ്ടിയിലൊക്കെ നടന്ന് പാട്ട് പാടിയിട്ടുണ്ട്, ഒരുപാട് പാടിയിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് അന്നത്തെ ഒരു ഇലക്ഷന്റെ ആ ഒരു ഭാഗവും ഇപ്പൊ ഇന്ന് ബഷീർക്ക് മത്സരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ബഷീർക്കയുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുള്ളത് ബഷീർക്ക് മത്സരിക്കുമ്പോൾ? അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വീട് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിക്കും, അതുപോലെ വണ്ടി പ്രചരണങ്ങൾ ഉണ്ടാവും. ഇന്നിപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സോഷ്യൽ മീഡിയ സജീവമാണ്. എങ്ങനെ നോക്കിയാലും സോഷ്യൽ മീഡിയയിലാണ് നമ്മളെ പ്രചരണം കൂടുതൽ. വിരൽത്തുമ്പിലാണ് എല്ലാവർക്കും. അത് ഒരുപാട് ഗുണം ചെയ്യും ഇവർ നമ്മളെ പ്രചരണങ്ങൾക്കൊക്കെ ഒരുപാട്. തീർച്ചയായിട്ടും കോവിഡ് സാഹചര്യമാണ്. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് എപ്പോഴും എല്ലാ വീട്ടിലും കയറി ഇറങ്ങാൻ ഒരു പ്രയാസം ഉണ്ടാവും കോവിഡൊക്കെ ആകുമ്പോൾ. അങ്ങനെ പോയി കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ അതിന് ഉപകാരപ്പെടുമല്ലോ. അപ്പോ കുടുംബപരമായും രാഷ്ട്രീയപരമായും ഒക്കെ കലാപരമായി ഉള്ള ഒരു കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഇലക്ഷനെ നേരിടാൻ ഈ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. ഷീർക്കയും ഒരു ഗായകനാണെന്ന് അറിയാം. നമ്മുടെ തെന്നല ലൈവ് ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി, ഇത് കാണുന്നവർക്ക് വേണ്ടി, 10ാം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി, തെന്നല പഞ്ചായത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഷീർക്ക നമുക്ക് വേണ്ടി ഒരു 4 വരി പാടും എന്ന് വിശ്വസിക്കുന്നു. ഉപ്പ പാടിയ ഒരു ഫേമസ് പാട്ടാണ്. ഉപ്പാന്റെ ഒരു സ്മരണക്കും വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ഒരു 4 വരി പാടാം. സുഖമിത് മാറും സുയിപ്പായി തീരും സകറാത്തുൽ മൗത്തിന്റെ നേരം, ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം, കണ്ണീർ പൊഴുക്കും എല്ലാരും. സുഖമിത് മാറും സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിന്റെ നേരം, ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം, കണ്ണീർ പൊഴുക്കും എല്ലാരും. തന്നെ പാടിയ പാട്ടാണ്, തന്നെ എഴുതിയ വരികളുമാണല്ലേ. നമുക്കറിയാം, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യ ചിന്തയെ ഉണർത്തുന്ന ഒരു വരികൾ തന്നെയാണ് ആ പാട്ട് എന്നുള്ളത്. ഈ ഒരു വലിയ തിരക്കിനിടയിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം ഇവിടെ മാറ്റിവെച്ച് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്ന ബഷീർക്ക് തെന്നല ലൈവ് ന്യൂസിന്റെ എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തെന്നല പഞ്ചായത്ത് 10ാം വാർഡിൽ നിന്നും UDF സാരഥിയായി ജനവിധി തേടുന്ന ബഷീർ രണ്ടത്താണി എന്ന ഞാൻ, എനിക്ക് 10ാം വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത്, എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ നിങ്ങളെല്ലാവരും വോട്ട് രേഖപ്പെടുത്തി എന്നെ പഞ്ചായത്തിലേക്ക് പറഞ്ഞയക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിനായി ഒരു അവസരം ഒരുക്കി തന്ന തെന്നല ലൈവ് ന്യൂസിനോടും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പോ ബഷീർ രണ്ടത്താണിയുമായുള്ള ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ തെന്നല പഞ്ചായത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.